Hello. May I know your good name? Smita. Nice name. What do you teach here? പുതിയ സാർ വന്ന വഴി എന്റെ നെഞ്ചിലേക്കാണല്ലോ. History of literature. Modern history. Yes. ഹലോ. ഓ നെക്സ്റ്റ് അവറിന് ക്ലാസ് ഉണ്ടല്ലേ? ഇന്ന് ക്ലാസ് നടക്കും തോന്നുന്നില്ല. പിള്ളേരാകെ അടഞ്ഞിരിക്കുക. ഉള്ളവരെ പരിചയപ്പെടാൻ ബാക്കിയുള്ളവരൊക്കെ വരുമ്പോൾ കാണാം. പുതിയ സാറിനെ പരിചയപ്പെട്ടല്ലോ. ആളിത്തിരി പെശകാണ്, സൂക്ഷിച്ചോണം. ഒന്ന് പോ സാറേ. ഹീസ് എ ജെന്റിൽമാൻ. ജെന്റിൽമാൻ. സഹ അധ്യാപകനെ കുത്തിയ കേസിലെ പ്രതിയാ. എന്തിനാ സാർ കുത്തിയത്? ഒരു സ്റ്റുഡന്റിനെ പീഡിപ്പിച്ചത്. ആ കേസ് വെറുതെ വിട്ടു. നോ എവിഡൻസ്. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. I am Edward Livingston. You are no English professor. എന്ത് ലിവിങ്സ്റ്റൺ? Edward Livingston. കണ്ടിട്ട് തേവള്ളി പറമ്പ് ജോസഫ് അലക്സിനെ പോലെ ഉണ്ടല്ലോ. Silence. 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 ഓ പിന്നെ ഞങ്ങളങ്ങ് പേടിച്ചു. എന്താ മോന്റെ പേര്? റോഷൻ. റോഷൻ ചെറിയാൻ. മോനെ ഗാലറിയിൽ നിന്ന് ഗോളടിക്കാൻ എളുപ്പമാണ്, കളി കാണാനും. ശരിക്കും കളിക്കണമെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ആദ്യം നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പഠിക്കും. ഈ വക എല്ലാ കളിയും പഠിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നെ നീ കളി പഠിപ്പിക്കാൻ വരല്ലേ, മനസ്സിലായോ? മനസ്സിലാടാം. സർക്കാർ കോളേജ് ആയതുകൊണ്ടും ഫീസ് കൊടുക്കാത്തതുകൊണ്ടും ഇവിടെ എന്ത് തോന്നിയാസവും കാണിക്കാമെന്ന് ആരും മനക്കോട്ട കെട്ടണ്ട. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് സർക്കാർ എനിക്ക് ശമ്പളം തരുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും മാതാപിതാക്കളുടെ മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ നികുതിപ്പണം കൊണ്ട് കൂടിയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കണം, പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കും. എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇരിക്കാം എന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒറ്റ ഒരുത്തനെ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകില്ല. സിറാം. Welcome to the world of English language and literature. Since this is your first class, let's discuss about the origin of English language. Which was the language prevalent in England before 600 AD? Any one of you can give me an answer. The language spoken in English territory before 500 AD was called Celtic. ഈ കോളേജിലെ ഏറ്റവും വലിയ അലമ്പന്മാരുടെ ക്ലാസ്സാ ഇന്ന് നിശബ്ദമായത്. ആർട്സ് ഗ്രൂപ്പിൽ ഇടിവെട്ട് പ്രൊഫസർ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു സംസാരം ഉണ്ട് കുട്ടികളുടെ ഇടയിൽ. HOD ചെറിയാൻ സാറാണെങ്കിലും മാഷാണ് ഇപ്പോൾ ഞങ്ങളുടെ ലീഡർ. പടയാളികളിൽ കുഴപ്പക്കാരായവരെ വീര്യം പകർന്നു കൊടുത്ത് മുൻനിരയിൽ നിർത്തുന്ന ഒരു രീതി പണ്ട് രാജഭരണകാലത്തുണ്ടായിരുന്നു. ശത്രുക്കൾ ആദ്യം കൊയ്യുന്നത് അവരുടെ തലയായിരിക്കും. സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ വാർഡന്റെ ചാർജ് സാറിനാണല്ലോ, അപ്പോൾ ഒരു റൂം അലോട്ട് ചെയ്തിരുന്നെങ്കിൽ. എപ്പോഴേ അനുവദിച്ച് കഴിഞ്ഞു. താങ്ക് യു സാർ. സാരി നന്നായിട്ടുണ്ട്. സാരിയുടെ ഭംഗി അണിയുന്നവരുടെ ഭംഗിയുടെ ചേർത്താണ് കേട്ടോ. ഇതുണ്ടോ? ഐ റെസ്പെക്ട് വിമൻ. താങ്ക്സ്. മിസ്റ്റർ പ്യൂൺ. ആളിത്തിരി പഞ്ചാരല്ലേ? സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. കളിച്ചത് വിദ്യാർത്ഥികളോടാണ്. പത്രക്കാരും ചാനലുകാരും വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് ഈ കോളേജിന് മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. 627ഓളം കോളേജുകളുണ്ട് കേരളത്തിൽ. പുതുതലമുറയുടെ വോട്ടാണ് ഭരണകൂടത്തിന്റെ തലവിധി തീരുമാനിക്കുന്നത്. അപ്പൊ വേദിക വധക്കേസിലെ പ്രതികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാ സാറ് പറയുന്നത്? ബുദ്ധി ഉപയോഗിക്കണം, തന്ത്രപരമായി സമീപിക്കണം. കോളേജിലെ സ്റ്റാഫിനെയും പൗരപ്രമുഖരെയും വിദ്യാർത്ഥി നേതാക്കളെയും വിളിച്ചു ചേർത്ത് ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് സമവായം കാണണം, തികച്ചും സുതാര്യമായി.
ബന്ധപ്പെട്ട ക്രിമിനൽസിനെ സ്റ്റേറ്റിന് വേണ്ടി വിട്ടുതരാൻ അപേക്ഷിക്കണം. അതുവരെ ഒരു കാരണവശാലും ക്യാമ്പസിനുള്ളിൽ പോലീസ് പ്രവേശിക്കാൻ പാടില്ല. ഇറ്റ്സ് an order. സർ, ശബ്ദം കേട്ട് വന്നതാ. ശബ്ദം ഒന്ന് കുറച്ചിരുന്നേ കിടന്ന് ഉറങ്ങായിരുന്നു. താനേത് ഡിപ്പാർട്ട്മെന്റാ? ഞാൻ ഈ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റാ. തനി വന്ന്. ഓ ഇപ്പം വരാട്ടാ. എന്താ സാറേ? തനിക്ക് ഇടുക്കി ഗോൾഡിന്റെ ഏർപ്പാടുണ്ടല്ലേ? നീലച്ചടയൻ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടിയ എന്നെ മറക്കണ്ട. ചെല്ല് ചെല്ലടോ. മേ കമിൻ. വന്ന ബുദ്ധിമുട്ടായോ സാർ? ഹേയ്, എഡി ഇരിക്കൂ. കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ് നമ്മൾ. എന്ത് ചെയ്യാം, ശീലമായി പോയി. രണ്ടെണ്ണേ കഴിക്കൂ. എഡി കഴിക്കൂ. പതിവില്ല. ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാ. റോഷനെ കുറിച്ചാണ്. സാറൊന്നും വിചാരിക്കരുത്. ഞാനിങ്ങോട്ട് വരുന്ന വഴി അവൻ്റെ മുറി കയറിയായിരുന്നു. ആ മുറി നിറച്ച് പുകയാ. ആ പുകയ്ക്ക് നല്ല കഞ്ചാവിൻ്റെ മണമുണ്ട്. മാഷ് എന്നോട് പറഞ്ഞില്ലേ കുട്ടികൾക്ക് മാതൃകയാവേണ്ട അധ്യാപകനെ കുറിച്ച്? ഞാനും എൻ്റെ മകനും ഇതേ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. പക്ഷേ അവൻ എന്നോട് മിണ്ടാറില്ല. ഫാദർ എന്ന നിലയിൽ ഞാനൊരു തികഞ്ഞ പരാജയമാണ്. മകൻ്റെ മുമ്പിൽ ഞാൻ തെറ്റുകാരനാണ്. സാർ ഡിവോഴ്സ് ചെയ്യണം? യെസ്. പരസ്ത്രീ ബന്ധമെന്നാണ് പൊതുജനത്തിൻ്റെ ധാരണ. എന്നാൽ യഥാർത്ഥ പ്രശ്നം ഈഗോ ആണ്. എൻ്റെ ഈഗോ. മകൻ്റെ പേരിൽ മർഡർ കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. വേദിക കൊല്ലപ്പെട്ട രാത്രിയിൽ അവനവൻ്റെ മമ്മിയുടെ അടുത്തായിരുന്നു. അന്നായിരുന്നു അവളുടെ ബർത്ത്ഡേ. പക്ഷേ സാഹചര്യത്തിൽ മകൾ. എനിക്കറിയാം പോലീസിൻ്റെ കൈ കിട്ടിയാൽ അവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുമെന്ന്. നാളത്തെ മീറ്റിങ്ങിൽ MLAയും കമ്മീഷണറും ACP ഭവാനി ദുർഗയും മറ്റ് പൗരമുഖ്യരുമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. കുറ്റം വിശദീകരിച്ച് അവനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അണിയറയിൽ. ആരും എൻ്റെ മകനെ സപ്പോർട്ട് ചെയ്യില്ല. അവനെ പോലീസ് കൊണ്ടുവന്ന ആ നിമിഷം ഞാൻ ഈ കോളേജിൽ നിന്ന് രാജിവെച്ചിറങ്ങും. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരന്റെ മരണത്തിൽ പോലീസിന് അതിയായ ഖേദമുണ്ട്. ആ സങ്കടത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ പറയട്ടെ, യഥാർത്ഥ ഘാതകൻ ശിക്ഷിക്കപ്പെടണം. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവദിക്കണം. റോഷൻ ചെറിയാനെ വിട്ടുതരുന്നതിൽ ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പൊന്നുമില്ല. സാർ, ഞാൻ എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ ആളല്ല. എങ്കിലും ചോദിക്കാം, നിങ്ങൾ റിയൽ ഫൈറ്റേഴ്സിൻ്റെ മെമ്പർ ആയിരുന്നല്ലോ ഉണ്ണികൃഷ്ണൻ. റോഷനോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ്റെ കാര്യം മറക്കുന്നത് ശരിയാണോ? സാർ, ഒരു സംശയം കൂടി. നിരപരാധിയായ ഉണ്ണികൃഷ്ണനെ എന്തിനാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്? പോലീസ് കസ്റ്റഡിയിൽ വെച്ച് സംഭവിച്ച ഉണ്ണികൃഷ്ണന്റെ മരണത്തെക്കുറിച്ച് പോലീസിന് എന്ത് എക്സ്പ്ലനേഷനാണ് തരാനുള്ളത്? നീതിക്ക് വേണ്ടി നെഞ്ചുരുകി കഴിയുന്ന ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ ബാലൻ മാസ്റ്റർ ഈ സദസ്സിലുണ്ട്. നിങ്ങൾ പോലീസുകാർ ആ അച്ഛൻ എന്ത് മറുപടി കൊടുക്കും? അത് ഉണ്ണികൃഷ്ണൻ വേദിക വധക്കേസിൽ പ്രതിയായിരുന്നു. മറുപടിയില്ല. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്? ഇപ്പോൾ എന്ത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് റോഷൻ ചെറിയാനെ വിട്ടുതരേണ്ടത്? വിശദമായി ചോദ്യം ചെയ്താലേ സോളിഡ് എവിഡൻസുകൾ കണ്ടെത്താൻ പറ്റും. സംശയത്തിന്റെ പേരിൽ പോലീസിന് പലരെയും ചോദ്യം ചെയ്യേണ്ടി വരും. ആരാണ് സാറേ ഈ പലര്? റോഷൻ ചെറിയാൻ, ബിനു, ദീപൻ, ആഷിഖ്, പിന്നെ മഹേഷ് രാമൻ, ഗോകുൽദാസ്, ജിത്തു, ലാലു, സമീർ. കേട്ടില്ലേ? പോലീസിന്റെ ലിസ്റ്റിൽ റിയൽ ഫൈറ്റേഴ്സ് എന്നോ റോയൽ വാരിയേഴ്സോ എന്നുള്ള വേർതിരിവില്ല. സർ, പോലീസിന്റെ സംശയ നിവാരണത്തിന് നിങ്ങൾ പറഞ്ഞ പ്രകാരമുള്ള പട്ടികയിലെ വിദ്യാർത്ഥികളെ വിട്ടുതരണമെങ്കിൽ എൻ്റെ ചില സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു തരേണ്ടി വരും. പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടതും കൊല്ലപ്പെട്ടതും ഈ ക്യാമ്പസിൽ വെച്ചല്ല എന്നുള്ളത് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാണ്. അപ്പൊ ബോഡി ഇവിടെ കൊണ്ട് ഇട്ടതാ ആര്, എങ്ങനെ? പോലീസ് ഡോഗിന്റെ പരിശോധനയിൽ മനസ്സിലായത് ബോഡി മതിലിന് മുകളിലൂടെ വലിച്ചെറിയുകയായിരുന്നു എന്നാണ്. സാർ, ആ മതിലിന്റെ ഉയരം എത്രയാണെന്നറിയോ? 7 അടി. കൃത്യം 27 മീറ്റർ വടക്കോട്ട് മാറി ഈ കോളേജിലേക്ക് ഒരു ഷോർട്ട് കട്ട്. മതിലണിഞ്ഞ് വിടാം.
കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കോളേജിലേക്ക് വരാനും പോകാനും ആ വഴി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു വഴിയുള്ളപ്പോൾ എന്തിനാണ് സർ സാഹസപ്പെട്ട് പ്രതി 7 അടി ഉയരമുള്ള മതിലൂടെ ബോഡി താഴേക്ക് ഇട്ടത്? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കുറ്റവാളി ക്യാമ്പസിനകത്തല്ല, പുറത്താണ്. ഇത് താങ്കളുടെ മാത്രം സംശയമാണ്. ബാക്കി സാഹചര്യ തെളിവുകളെല്ലാം പ്രതികൾക്കെതിരാണ്. സോറി സർ, വിത്തൗട്ട് ആംപിൾ എവിഡൻസ് ഓർ എ കോർട്ട് ഓർഡർ വി കനോട്ട് ഹാൻഡ് ഓവർ ദി സ്റ്റുഡൻസ്.